വോളിയം ഓഫ് എ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/3 πr² ആണ്. എന്തെന്ന് പറയുന്നത്? വോളിയം ഓഫ് എ കോൺ എന്ന് പറയുന്നത്. അതായത് ആ ഒരു കോണിന്റെ വ്യാപ്തം എന്ന് പറയുന്നത്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? വ്യാപ്തം. ആദ്യം നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കേ, ഇപ്പൊ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഈക്വേഷനിലോട്ട് നമ്മൾ എടുത്തിടുവാണ്. വോളിയം 1/3 πr² 1/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 4 ഇൻറ്റു 4 ഇൻറ്റു h എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 6. ഈ 3 കൊണ്ട് 6 കട്ട് ചെയ്യാമല്ലോ. എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം. ബാക്കി എന്താ വരിക? 4 4 16. 16 ഇൻറ്റു 2 32. 32 പൈ. ക്ലിയർ അല്ലേ? 32 പൈ സെന്റിമീറ്റർ ക്യൂബ്. എപ്പോഴും വോളിയം എടുത്തിട്ട് എന്തിനാണ്? സെന്റിമീറ്റർ ക്യൂബിലാണ്. ക്ലിയർ അല്ലേ? ഇതേപോലെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. സിലിണ്ടറിക്കൽ വുഡ് ബ്ലോക്കിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത്? ഒരു കോണിനെ ഉണ്ടാക്കുവാണ്. അതിന്റെ ബേസ് റേഡിയസ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 15ഉം ഹൈറ്റ് എത്രയാണ്? 40 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദി ലാർജസ്റ്റ് കോൺ ദെയർ ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഓഫ് ദിസ്? അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന വലിയ വ്യാപ്തമുള്ള കോണ് എത്രയാണ്? എത്രയുടെ വ്യാപ്തമുള്ള കോൺ അതിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഈ സിലിണ്ടറിക്കൽ വുഡ് ബ്ലോക്കിൽ നിന്ന്? ബേസ് റേഡിയസ് ഓഫ് സിലിണ്ടറിക്കൽ ബ്ലോക്ക് എത്രയാണ്? 15 സെന്റിമീറ്റർ. നെക്സ്റ്റ്, ഹൈറ്റ് ഓഫ് സിലിണ്ടറിക്കൽ ബ്ലോക്ക്. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതണം. സിലിണ്ടറിക്കൽ ബ്ലോക്ക് തന്നെ എഴുതണം കേട്ടോ. അതെത്രയാണ്? 40 സെന്റിമീറ്റർ. മനസ്സിലാ? ഇത് സിലിണ്ടറിന്റെ. അപ്പൊ നമുക്ക് എടുക്കേണ്ടത് എന്തോ? അതിൽ നിന്ന് കോൺ. അപ്പൊ അതിൽ നിന്ന് എടുക്കുന്ന കോണിന്റെ ബേസ് റേഡിയസ് ഓഫ് കോൺ. ബേസ് റേഡിയസ് ഓഫ് കോൺ എത്ര തന്നെ ആയിരിക്കും? 15 സെന്റിമീറ്റർ. ഹൈറ്റ് ഓഫ് കോണും എത്ര തന്നെയാണ്? 40 സെന്റിമീറ്റർ തന്നെയാണ്. അതിൽ നിന്ന് എടുക്കുന്ന കോണിന്റെ അളവും അത് തന്നെ ആയിരിക്കും. മാറ്റം ഒന്നും ഉണ്ടാവത്തില്ല. ഉണ്ടാവോ? ഉണ്ടാവത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിനകത്തോട്ട് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ പോരെ? വോളിയം ഈസ് ഈക്വൽ ടു 1/3 പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ഇൻറ്റു 15 ഇൻറ്റു h എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40. ഈക്വൽ ടു 3ന് എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. 5 ഇൻറ്റു 15 ഇൻറ്റു 40 ഇൻറ്റു പൈ. മൊത്തം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3000 പൈ. 3000 പയ്യെ 3000 ഇൻറ്റു പൈയുടെ വാല്യൂ എത്ര? 3.14. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 3000 ഇൻറ്റു 3.14 ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. മനസ്സിലായ? വോളിയം കിട്ടും. ചെയ്ത് നോക്കണേ. നേരത്തെ എഴുതിയതുപോലെ എന്താ? ബേസ് റേഡിയസ് ഓഫ് സോളിഡ് സിലിണ്ടർ എത്ര? സോളിഡ് സിലിണ്ടറിന്റെ ബേസ് റേഡിയസ് എത്ര? ഇനി ഹൈറ്റ് ഓഫ് സോളിഡ് സിലിണ്ടർ അത് എത്രയാണ്? 15 എവിടെ നിന്ന്? 20 സെന്റിമീറ്റർ. ഇതാണ് മക്കളെ സോളിഡ് സിലിണ്ടർ. ഈ സിലിണ്ടറിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കാൻ പോവാ? കോൺ ഉണ്ടാക്കാനായിട്ട് പോവാ. അങ്ങനെയാണെങ്കിൽ ഒരു സാധനത്തെ ഉരുക്കിയിട്ട് അടുത്ത സാധനം ഉണ്ടാക്കുമ്പോൾ അതിന്റെ വ്യാപ്തത്തിൽ വല്ല വ്യത്യാസം വരൂ? അതിനകത്ത് വ്യാപ്തത്തിൽ എന്ത് വരത്തില്ല? വ്യത്യാസം വരത്തില്ല. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ വ്യാപ്തം എത്രയാണെന്ന് നോക്കാം. വോളിയം ഓഫ് സോളിഡ് സിലിണ്ടർ. കോണിന്റെ വ്യാപ്തം തന്നെ കൊടുത്തു. വോളിയം ഓഫ് സോളിഡ് സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇക്വേഷൻ? πr² 1/3 കട്ട് ചെയ്താൽ മതി. വോളിയത്തിൽ കോണിന്റെ ആണെങ്കിൽ എന്ത് വരും? 1/3 വരും. അതിൽ നിന്ന് 1/3 മാറ്റി കഴിഞ്ഞ് πr² വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെയാണ് സിലിണ്ടറിന്റെ വോളിയം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ബേസ് റേഡിയസ് അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഇക്വേഷൻ പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ഇൻറ്റു 12 ഇൻറ്റു 12. അതവിടെ കിടക്കട്ടെ. ഇനി അടുത്ത ബേസ് റേഡിയസ് ഓഫ് ആരാണ്? കോൺ. എത്രയാണ്? 4 സെന്റിമീറ്റർ. നെക്സ്റ്റ് ഹൈറ്റ് ഓഫ് കോൺ. നിങ്ങൾ എഴുതുമ്പോൾ ഫുള്ള് തന്നെ എഴുതണം കേട്ടോ. 5 സെന്റിമീറ്റർ. അതിന്റെ വോളിയം എന്താണ്? 1/3 πr².
അപ്പൊ 1/3 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 5. ഇനി ഇതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. ഇത്രേ ഉള്ളൂ. അപ്പൊ മനസ്സിലായല്ലോ. നമ്മൾ ഉരുക്കി എന്താക്കാൻ പോണു? കോൺ ആക്കാനായിട്ട് പോവാണ്. ഓക്കെ. അപ്പൊ നമ്പർ ഓഫ് കോൺ, എത്ര കോൺ കിട്ടും? നമ്പർ ഓഫ് കോൺ ഇസ് ഈക്വൽ ടു, ആദ്യം മുകളിൽ എഴുതേണ്ടത് സിലിണ്ടറിന്റെ വോളിയാണ്. സിലിണ്ടറിന്റെ വോളി എന്തായിരുന്നു? 5 ഇൻറ്റു 12 ഇൻറ്റു 12 ഇൻറ്റു 15 20. 12 ഇൻറ്റു 12 ഇൻറ്റു 20. താഴത്തത് ഇതിന്റെ എത്ര? 1/3 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 5. നോക്കിയേ, 4 കൊണ്ട് 12നെ കട്ട് ചെയ്യാമല്ലോ. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 5 കട്ട് ചെയ്യാമല്ലോ. 4 കൊണ്ട് വീണ്ടും 12നെ കട്ട് ചെയ്യാമല്ലോ. 5 കൊണ്ട് 20യെ കട്ട് ചെയ്യാമല്ലോ. കണ്ടോ? ഇത് മുകളിൽ ആരൊക്കെയായി? അപ്പോ 3 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. താഴെ ആരുണ്ട്? 1/3. ആരുണ്ട്? 3 അല്ല, 1/3. സംഭവം മനസ്സിലായോ? അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ 1/3 ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഈ 3 നേരെ അങ്ങ് കൊണ്ടുപോകണം. മുകളിലോട്ട് അങ്ങ് കൊണ്ടുപോയാൽ മതി. ഈ 3 നമ്മൾ നേരെ അങ്ങ് അങ്ങോട്ട് പോകും. അപ്പൊ എന്ത് വരും? 3 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 3. അപ്പൊ ആൻസർ എന്താ? 3 3s are 9. 9 ഇൻറ്റു 4 36 അല്ലേ? 36 ഇൻറ്റു 3 108. അപ്പൊ എന്ത് വരും? 108. 108 എണ്ണം, 108 കോണുകളാണ്. ഇതേ റേഡിയസ് ഉള്ള, ഹൈറ്റ് ഉള്ള 108 കോണുകൾ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഏതിൽ നിന്ന്? സിലിണ്ടറിൽ നിന്ന്. മനസ്സിലായ? ആംഗിൾ തന്നിട്ടുണ്ട്. എത്രയാണ്? 260 ഡിഗ്രി. പിന്നെന്താ തന്നിരിക്കുന്നത്? കട്ട് ഔട്ട് ഫ്രം എ സർക്കിൾ ഓഫ് റേഡിയസ് 25 സെന്റിമീറ്റർ. അപ്പോ 25 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ നിന്നാണ് കട്ട് ഔട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതാണ് റേഡിയസ്. എത്രയാണ്? 25 സെന്റിമീറ്റർ. സെൻട്രൽ ആംഗിൾ എത്രയാണ്? 216 ഡിഗ്രി. ഉണ്ടോ? ഇതാണ് സംഭവം. ഇതിനകത്ത് നിന്നാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ഈ സെൻട്രൽ ആംഗിളിനെ മുറിച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? കോൺ ഉണ്ടാക്കിയിരിക്കുന്നത്. കോണിന്റെ റേഡിയസ് ഉണ്ടോ? ഇല്ല. ഇവിടുത്തെ റേഡിയസ് എന്താണ്? ഇവിടുത്തെ റേഡിയസ് ബിഗ് ആർ അല്ലേ? ഇത് ആർക്ക് തുല്യമാണ് നമ്മൾ പഠിച്ചത്? കോണിന്റെ സ്ലാന്റ് ഹൈറ്റിന് തുല്യം. പഠിപ്പിച്ചതാണോ ഞാൻ? ആണല്ലോ. കോണിന്റെ തുടക്കം, ഇൻട്രൊഡക്ഷൻ ഇതൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അപ്പൊ എല്ലെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 25 സെന്റിമീറ്റർ. അപ്പൊ 6ന് ഈക്വൽ ആണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? സ്ലാന്റ് ഹൈറ്റ്, കോണിന്റെ സ്ലാന്റ് ഹൈറ്റ്. ക്ലിയർ ആണല്ലോ. ഇനി അവർ തന്നിട്ടിരിക്കുന്നത് എന്താണ് തന്നിട്ടുള്ളത്? ഈ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിളിനെ മടക്കിയിട്ടാണ് ആരാക്കിയിരിക്കുന്നത്? കോൺ. അപ്പൊ അവിടെ വരുന്ന ഈ ബിഗ് റേഡിയസ് എന്തായി മാറും? സ്ലാന്റ് ഹൈറ്റ് ആയി മാറും. ഇതൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മൾ ഇപ്പൊ ഇവിടെ എന്തിന്? കോണിന് എന്ത് വന്നു? ഒരു ഹൈറ്റ്. ഇപ്പൊ ഇവിടെ എന്തുണ്ട്? സ്ലാന്റ് ഹൈറ്റ് ഉണ്ട്. റേഡിയസ് ഉണ്ടോ? ഇല്ല. റേഡിയസ് കാണണ്ടേ? റേഡിയസ് കാണാൻ വേണ്ടി സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ? x/360 is equal to small r by big R. x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 260 by 360 is equal to small r. big R എത്രയാണ്? 25. ഈ 25 ഇങ്ങോട്ട് പോകും. അപ്പോ 260 by 360 ഇൻറ്റു ഈ 25 ഇങ്ങോട്ട് വരുമ്പോ എന്താവും? ഇൻറ്റു ആവും. ഇസ് ഈക്വൽ ടു ആരായി? സ്മാൾ ആർ. ഇതാണ് ഈ കോണിന്റെ ബേസ് റേഡിയസ് ആർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ചെയ്തിട്ടുള്ളതല്ലേ? ഇനി 216നെയും 360നെയും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഡിവിഷൻ നടത്താം. അല്ലെന്നുണ്ടെങ്കിൽ 360നെയും 25നെയും കൂടി എന്ത് ചെയ്യാം? ഡിവിഷൻ നടത്താം. ഏതാ എളുപ്പം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഏതാ എളുപ്പം? 25നെ 360നെ കൂടി കട്ട് ചെയ്യുന്നതാണ് എളുപ്പം. 360 216 കൂടി കട്ട് ചെയ്യുന്നതാണ് എളുപ്പം. 316 216 ആണോ? പിന്നെ 25 കൊണ്ട് 360നെ കട്ട് ചെയ്യാം. ഡിവിഷൻ നടത്താം. എത്ര പ്രാവശ്യം? 5 കൊണ്ട്. 25 എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. 360 എത്ര പ്രാവശ്യം? 5ല് എത്ര പ്രാവശ്യം? 7. പിന്നെ 7 72 ആണോ?
ഈ 72നെ 216 കൊണ്ട് കട്ട് ചെയ്തൂടെ? എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 72 3 3 216 എത്ര പ്രാവശ്യമായി? 3 പ്രാവശ്യം. കണ്ടോ? അപ്പൊ റേഡിയസ് എത്ര കിട്ടി? 3 × 5. ബാലൻസ് ഉള്ളത് ആരാ അവിടെ ഉള്ളത്? 3 ഉണ്ട് 5 ഉണ്ട്. 3 × 5 = സ്മാൾ ആർ. ആൻസർ അപ്പൊ 6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 15 സെന്റിമീറ്റർ. അപ്പൊ 6 കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനിൽ ആര് വേണം? എച്ച് വേണം. എച്ച് കണ്ടുപിടിക്കാൻ എന്ത്? ആർ ഉണ്ട്, എൽ ഉണ്ട്. എച്ച് കണ്ടുപിടിക്കാൻ എന്ത് വേണം? പൈതഗോറസ് അല്ലേ? നമുക്ക് എച്ച് കണ്ടുപിടിക്കാം. എച്ച് കണ്ടുപിടിക്കാൻ റൂട്ട് ആരാണ്? L² മൈനസ് R². അപ്പൊ L എത്രയാണ്? 25² മൈനസ് 15². 25ന്റെ സ്ക്വയർ എത്ര? 625ഉം 225. അപ്പൊ ആൻസർ എത്ര കിട്ടി? 400. 400ന്റെ റൂട്ട് എത്ര? 20 സെന്റിമീറ്റർ. അപ്പൊ ഹൈറ്റും കിട്ടി, എല്ലാം കിട്ടി. ഇനി നേരെ അങ്ങോട്ട് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? വോളിയത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? 1/3 πr². അപ്പം വോളിയം = 1/3 × π × r എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 15. ഈ ആർ എടുത്ത് എഴുതരുത്. ഇത് സർക്കിളിന്റെ ആറാണ്. നമുക്ക് വേണ്ടത് ആരെയാണ്? കോണിന്റെ വോളിയമാണ്. അപ്പൊ കോണിന്റെ ആർ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്മാൾ ആറാണ്, 15. അപ്പൊ തിരിഞ്ഞു പോകരുത്. എഴുതുമ്പോ ചിലവർക്ക് തെറ്റിപ്പോകും. എച്ച് എന്ന് പറഞ്ഞ എത്രയാണ്? 20. ഇനി 3 കൊണ്ട് കട്ട് ചെയ്തൂടെ 15നെ? 5 പ്രാവശ്യം. ബാക്കി ഇനി ആരുണ്ട് ഇവിടെ? പൈ ഉണ്ട്, 5 ഉണ്ട്, 15 ഉണ്ട്, 20 ഉണ്ട്. ഇനി എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1500 പൈ. ഈ 1500 പൈയെ വീണ്ടും പൈക്ക് വാല്യൂ കൊടുക്കാമല്ലോ. പൈയുടെ വാല്യൂ എത്രയാ? 3.14. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഏകദേശം എത്ര കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4710. എത്ര കിട്ടും? സെന്റിമീറ്റർ ക്യൂബ്. ഇതാണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അല്ല, ഇത് റൈറ്റ് ആണ്. അപ്പൊ ഈ ഇക്വേഷൻ ഏതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും? സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചൂടെ? പിന്നെയോ കോണിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. പിന്നെയോ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനും ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. ഇത് പഠിച്ചു വെക്കണം ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. രണ്ട് കോണുകൾ, അതിന്റെ എന്ത് തന്നിട്ടുണ്ട്? റേഡിയസിന്റെ അളവുകളല്ല തന്നിരിക്കുന്നത്, പിന്നെന്തുവാ? റേഷ്യോ തന്നിരിക്കുക. അപ്പൊ നമുക്കതിനെ R1 എന്നും R2 എന്നും എടുക്കാം. എന്തിനാ R1 എന്നും R2 എന്നും എടുത്തേ? രണ്ടെണ്ണം തിരിഞ്ഞു പോവാതിരിക്കുക. അത് എത്രയാ തന്നിരിക്കുന്നത്? അവര് 3:5. എത്രയാണ് തന്നിരിക്കുന്നത്? 3:5. പിന്നെന്താ തന്നിട്ടുണ്ട്? ഹൈറ്റ്. അതെന്തെന്നെടുക്കാം? H1 എന്നും H2 എന്നും. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 2:3. അങ്ങനെയാണെങ്കിൽ അവരുടെ വോളിയങ്ങൾ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വോളിയത്തിന്റെ റേഷ്യോ എന്താണ്? 1/3 πr² h അല്ലേ? ഈസ് 1/3 πr² h. ഈ ഈസ്റ്റു നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? 1 എന്നും ഇവിടെ 1 എന്നും. ഇവിടെ എന്ത് കൊടുക്കാം? 2 എന്നും ഇവിടെ 2 എന്നും കൊടുക്കാം. മനസ്സിലായോ? ഈസ്റ്റുന്റെ അപ്പുറം നമുക്ക് എന്ത് കൊടുക്കാം? ഈക്വൽ എന്ന് കൊടുക്കാൻ വേണം. എന്ത് കൊടുക്കാം? ഈക്വൽ. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കി ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 1/3 π × ഇവിടുത്തെ ആറിന് പകരം ആരെ കൊടുക്കാം? 3 ഈസ് 3 × എച്ചിന് പകരം ആരെ കൊടുക്കാം? 2. 5 ഒന്നും കൊടുക്കരുത്, അത് R2 ആണ്. എന്ത് കൊടുക്കാം? 5 R². അപ്പം 3². ഇവിടെ എന്ത് വരും? × 5. ഇനി അടുത്ത ഈസ് 1/3 π × R². ഇവിടെ എന്താണ്? ഇതാണ് R, ഇതാണ് R. എടുക്കുമ്പോ എപ്പോഴും ശ്രദ്ധിച്ചെടുക്കുക. 5² h എന്ന് പറഞ്ഞ ആരാണ്? ഇതാണാ? പിന്നെ ആരാ ഇത്? 3. H1 ഉം H2. H2 എന്ന് പറഞ്ഞ ആരാ? 3. R2 എന്ന് പറഞ്ഞ ആരാ? 5. കണ്ട? ഇവിടെ R1 3. ഇവിടുത്തെ H1 ആരാ? 2. ഇവിടുത്തെ H1 ആരാ? 2. അപ്പൊ ഇങ്ങനെയാണ് എടുക്കേണ്ടത്, തിരിച്ചു പോകരുത്.
റേഷ്യോ മനസ്സിലായ മക്കളെ? ചെയ്തൂടെ? ചെയ്തേ. 1/3 പൈ ഉണ്ടല്ലോ, രണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ബാക്കി ഇനി ആരുണ്ട്? 3യുടെ സ്ക്വയർ. 3യുടെ സ്ക്വയർ എത്രയാ? 9. 9 into 2 എന്താ? 80 is to 5ന്റെ സ്ക്വയർ എന്താ? 25. 25 into 3 എന്താ? 75. എന്താ സംഭവം? സിമ്പിൾ. എന്താ ഇനി 18ഉം 75ഉം വന്ന മനസ്സിലായില്ലേ? ഇനി 18, 75 കോമൺ ആയിട്ട് ആരുണ്ട്? മൂന്നിനകത്തില്ലേ? 6 into 3 എന്താ? 18 ആണ്. 25 into 3 എന്താ? 75. രണ്ടിലും 3 ഇല്ലേ? അപ്പൊ കോമൺ ആയിട്ട് ആരുണ്ട്? 3 ഉണ്ട്. അപ്പൊ 3 കൊണ്ട് എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. 3ൽ എത്ര പ്രാവശ്യം? 25 പ്രാവശ്യം. അപ്പൊ ആൻസർ എന്താ വന്നു? 6:25. ഇതാണ് വോളിയത്തിന്റെ റേഷ്യോ. V1 is to V2. V1 is to V2. വോളിയം ഒന്നാമത്തിന്റെ വോളിയം രണ്ടാമത്തിന്റെ റേഷ്യോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നതിനെ എടുത്തൊക്കെ എഴുതി നിങ്ങൾ ക്വസ്റ്റ്യനിലോട്ട്. V1 V2 സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവര് തന്നിട്ടുണ്ട് എന്തുവാ? R1 is to R2 എത്രയാണ്? 4:5. ഇപ്പം വോളിയത്തിന്റെ ഇക്വേഷൻ ആദ്യം നമ്മൾ എടുത്ത് എന്ത് ചെയ്യുന്നു? ഇടുവാണ്. വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? 1/3 πr² h equal to 1/3 πr² h. ഇത് 1, ഇത് 1, ഇത് 2, ഇത് 2. 1/3 അതേപോലെ കൊടുക്കുന്നു, പൈയും അതേപോലെ കൊടുക്കുന്നു. ഇൻറ്റു R1 ഉണ്ട്, എത്രയാണ്? 4. ഇൻറ്റു H1 ഉണ്ടോ? ഇല്ല. അപ്പൊ 4² ആണ്. ഇനി ഇവിടെ 1/3 പൈ ഇൻറ്റു ഇവിടെ R2. R2 എന്ന് പറഞ്ഞാൽ ആരാണ്? പൈന്റെ സ്ക്വയർ ഇൻറ്റു H2. ഇവിടെ 1/3 പൈ ഉണ്ട്, ഇവിടെ 1/3 പൈ ഉണ്ട്, വെട്ടിക്കളഞ്ഞു. 4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു H1 ആണ്. 5ന്റെ എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു H2 ആണ്. അപ്പൊ H1/H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരണം? H1/H2. ശ്രദ്ധിക്കുക, ഇങ്ങനെ ചിന്തിച്ചാൽ മതി. H1/H2. H1ന്റെ കൂടെ ആര് വരണം? 16 വരണം. അപ്പൊ റേഷ്യോ എഴുതുന്നത് എങ്ങനെയായിരിക്കണം? 25 മുകളിലും 16 താഴേക്കും. അപ്പൊ റേഷ്യോ എന്ത് വരും? H1 is to H2. ഇനി ഇതിനെ ഒന്ന് ഈസ്റ്റ് ആയിട്ട് എഴുതുമ്പോ ഇതിനെ H1/H2 എങ്ങനെ എഴുതുന്നത്? H1 is to H2 is equal to ഇതിനെ എഴുതുമ്പോഴോ 25 is to 16 ഇങ്ങനെ എഴുതണം. എന്നാലേ കറക്റ്റ് കിട്ടത്തുള്ളൂ ആൻസർ. കണ്ടോ എഴുതുന്ന രീതി? കണ്ട 16 ഇൻറ്റു സംഭവം സിമ്പിൾ ആണ്. വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നല്ല ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുമാണ്. കാരണം ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. കണ്ടോ 16 ഇൻറ്റു H1 is equal to 25 ഇൻറ്റു H2. ഇതിനകത്ത് ഒരുമിച്ച് എഴുതുന്നു. H1നെയും H2നെയും കൂടെ ഒരുമിച്ച് എഴുതുന്നു, ബൈ ആയിട്ട് എഴുതുന്നു. കണ്ടോ H1/H2 is equal to എന്താ എഴുതുന്നു? 25/16. കാരണം എങ്ങനെ ചിന്തിച്ചാൽ മതി ഇത് എഴുതുമ്പോൾ നിങ്ങൾ. H1ന്റെ കൂടെ ആര് വരണം? 16 വരണം. അപ്പൊ ആ 16 എടുത്ത് ഇവിടെ കൊടുത്താൽ, മേളിൽ എഴുതി കൊടുത്താൽ പറ്റുമോ? കാരണം താഴെ എഴുതുമ്പോൾ ഇതെന്ത് ഈ ക്രോസ് ചെയ്യത്തുള്ളൂ. H1 into 16 എന്നായി മാറത്തുള്ളൂ. ഇത് നേരെ കുറച്ച് ഇങ്ങനെ എഴുതിയാലോ തെറ്റിപ്പോകും കേട്ടോ. ആൻസർ തെറ്റുവേ അങ്ങനെ എഴുതി കഴിയാം. ആൻസർ 25/16 കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കറക്റ്റിന് എഴുതണം. 16/25 എന്ന് എഴുതിയാലോ ഇതിന്റെ അർത്ഥം എന്താ? ഈ 25 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ആൻസർ എന്ത് വരും? 25 ഇൻറ്റു H1. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 16 ഇൻറ്റു H2. അങ്ങനെയാണോ കിട്ടിയിരിക്കുന്നത്? അല്ല. അപ്പൊ തെറ്റല്ലേ? റേഷ്യോ തിരിഞ്ഞു പോകും. റേഷ്യോ തിരിയരുത്. അപ്പൊ ഇതും കൂടി ശ്രദ്ധിക്കണം. എഴുതേണ്ടത് ഈ ഒരു മെത്തേഡാണ്. എങ്ങനെ എഴുതണം? ഇതേ രീതിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ H1/H2 എന്ന് എഴുതണം. എന്നിട്ട് H1ന്റെ കൂടെ ആര് കിടക്കുന്നത് നോക്കണം. അയാൾ എവിടെ കൊടുക്കണോ? താഴെ കൊടുക്കണം. ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്താൽ സംഭവം കിട്ടും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? H1 is to H2 ആയിട്ട് എഴുതണം. കണ്ടോ H1 is to H2. അതേപോലെ അതിനെയും അതേപോലെ 25 is to 16 എന്ന് അങ്ങനെ എഴുതാം. അപ്പൊ റേഷ്യോ വരുന്നത് 25 is to 16. ഇതാണ് റേഷ്യോ. ഒന്നാമത്തെ ഹൈറ്റിന്റെ എത്ര? 25 ആണ് റേഷ്യോ. രണ്ടാമത്തെ ഹൈറ്റിന്റെ എന്താണ്? 16 ആണ് റേഷ്യോ. അല്ലാതെ H1ന്റെ കൂടെ കിടക്കുന്ന 16 അല്ല റേഷ്യോ. ഇവിടെ വെച്ച് തെറ്റും. പല കുട്ടികൾ എഴുതി വയ്ക്കുന്നത് എന്താ? 16 H1 25 H2 എന്ന് എഴുതി വയ്ക്കും. പക്ഷെ റേഷ്യോ എഴുതുമ്പോൾ തിരിച്ചെഴുതണം. കൂടെ കിടക്കുന്ന ആളല്ല. സംഭവം മനസ്സിലായ? അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് എഴുതി ഇങ്ങനെ എഴുതുന്നതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ തിരിച്ചങ്ങ് എഴുതിയാൽ മതി. H1 is to H2 എഴുതിയിട്ട് 25 is to 16 എന്നങ്ങ് എഴുതണം. ഇതിന്റെ അർത്ഥം ഓരോന്നിനും ഇതുണ്ട്. H1ന് എത്രയാണ്? 25. H2ന് എത്രയാണ്? 16. അതാണ് അതിന്റെ അർത്ഥം. റേഷ്യോയിൽ എഴുതുമ്പോ ഇങ്ങനെ തിരിയും. കണ്ടോ? അപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞേ നിങ്ങൾ. ഇതൊന്ന് ഞാൻ പറയാം.
6 ഇൻറ്റു A1 ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു A2 എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞേ? A1 ബൈ A2 ഇസ് ഈക്വൽ ടു A1 ന്റെ കൂടെ ആര് വേണം? 6 വേണം. അതെവിടെ പോയി എഴുതും? താഴെ. അപ്പം 8 ബൈ 6. ഇനി ഇതിനെ റേഷ്യോ ആയിട്ട് എഴുതുന്നത് എങ്ങനെ? A1 ഇസ് ടു A2 ഇസ് ഈക്വൽ ടു 8 ഇസ് ടു 6 ഉണ്ടോ? സംഭവം മനസ്സിലായോ? അപ്പൊ റേഷ്യോ ഇനി എഴുതാറുണ്ടോന്ന് പറയരുത്. അപ്പൊ അതോടുകൂടി ആ കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 5 ക്വസ്റ്റ്യനും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആ